ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സന്ധിയെ ബാധിക്കുന്ന നീർക്കെട്ടിനെയാണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം എന്ന് പറയുന്നത്. തുടക്കത്തിൽ തിരിച്ചറിഞ്ഞാൽ മാറ്റാവുന്ന ഒന്നാണ് സന്ധിവാതം. ഏത് പ്രായക്കാരെയും എപ്പോൾ വേണമെങ്കിലും ഈ രോഗം ബാധിക്കാം. കുട്ടികളെ പോലും സന്ധിവാതം ബാധിക്കാം. ഇതിൻ്റെ കാരണം പലതാണ് പലരിലും. ഈ വാദം തന്നെ പല രീതിയിലാണ് ഉള്ളത്. 100-ലേറെ തരം ആർത്രൈറ്റിസ് രോഗങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വാതരോഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള ലക്ഷണങ്ങളാണ്. എങ്കിലും സ്ഥിരമായിട്ട് സന്ധികളിൽ അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷണം. സ്ഥിരമായി സന്ധികളിൽ വേദന, സന്ധികളുടെ ഭാഗത്തായി നീർവീക്കമുണ്ടാകുക, ചലനങ്ങൾക്ക് പരിമിതി നേരിടുക, ഇടവിട്ടുള്ള പനി, തൊലിയിൽ പാടുകൾ, നടുവേദന മുതലായവയാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ലക്ഷണങ്ങൾ. കുറച്ച് സമയം മുട്ടുകുത്തി നിന്നാലോ ഇരുന്നാലോ വീണ്ടും എഴുന്നേൽക്കുവാൻ പ്രയാസം അനുഭവപ്പെടുക, ടോയ്ലറ്റിലിരുന്ന് എഴുന്നേൽക്കുമ്പോൾ വേദനയും വലിച്ചിലും ഒക്കെ അനുഭവപ്പെടുക, ഇതൊക്കെ വാതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കസിനോട് സംസാരിച്ചപ്പോൾ ആൾക്ക് ഒരു 30 വയസ്സിനടുത്തേ ഉള്ളൂ, പക്ഷേ ഒരു കുഞ്ഞേ ഉള്ളൂ ആൾക്ക്. പക്ഷേ കൈയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. അതുപോലെ തന്നെ മുടി ഈരാൻ പോലും, ചീപ്പ് ഉപയോഗിച്ച് മുടി ഈരാൻ പോലും സാധിക്കില്ല, കൈക്ക് നീര് വരും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വാതമാണ്. അപ്പോൾ അങ്ങനെ പ്രായഭേദമന്യേ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്കിടെ നിങ്ങളെന്തെങ്കിലും ചെയ്യുമ്പോൾ കൈകാലുകൾക്ക് വേദന, പേശികൾക്ക് വേദന, നീര് വരിക, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്താണ് അതിനുള്ള റീസൺ എന്നറിയുന്നത് ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. തണുപ്പ് കാലത്ത് സന്ധിവാതം ഉള്ളവരിൽ കൂടുതലായിട്ടുള്ള വിഷമതകൾ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ ബലം കൊടുക്കേണ്ടതായിട്ട് വരും, എഴുന്നേറ്റ് വരാനായിട്ട് തന്നെ. വേദനയും സന്ധികളുടെ നീരും ഒക്കെ വരാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് കൂടുതലാണ്. ഇനി നമ്മൾ പറയുന്നത് സന്ധിവാതമുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അതിലാദ്യം ശ്രദ്ധ ചെലുത്തേണ്ടത് നിങ്ങളുടെ ഭക്ഷണ രീതിയിലാണ്. ഭക്ഷണക്രമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നതും സന്ധിവാതത്തിൻ്റെ ഈ വിഷമതകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതിനായിട്ട് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ബീഫ് പോലുള്ള റെഡ് മീറ്റുകളും മദ്യപാനവും ഒക്കെ ഒഴിവാക്കുക. യൂറിക് ആസിഡ് തോത് കൂടാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തണുപ്പ് അധികം ബാധിക്കാത്ത കട്ടിയുള്ള വസ്ത്രങ്ങൾ രാത്രിയിൽ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് മഞ്ഞുകാലമൊക്കെ ആണെങ്കിൽ കട്ടിയുള്ള സെക്ടറുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് രാവിലെ നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉടനടി തന്നെ എഴുന്നേറ്റ് പോകരുത് ബുദ്ധിമുട്ടി. പകരം എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രെച്ചിങ് വ്യായാമങ്ങളൊക്കെ കൈക്കും കാലിനുമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എഴുന്നേൽക്കുമ്പോഴേ ചൂടുള്ള വെള്ളത്തിൽ കൈ കഴുകുന്നതും കാല് കഴുകുന്നതും ഒക്കെ ഒരു വേദന കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും, പേശികൾ അയയാനായിട്ടും നിങ്ങളെ സഹായിക്കും. ഇന്ത്യൻ ടോയ്ലറ്റുകൾക്ക് പകരം യൂറോപ്യൻ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാനും ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. പിന്നെ ഇന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ മറികടക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ കട്ടിപ്പെടുത്തേണ്ട അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള വഴികളായിട്ടുള്ള യോഗ, വ്യായാമം ഇതൊക്കെ നിങ്ങൾ ദിനചര്യയായിട്ട് കൊണ്ടുവരിക. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെന്ന് പറയുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം നോക്കുക. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സന്ധിവാതത്തെ ഒരു പരിധി വരെയൊക്കെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടടുത്ത് ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. മരുന്നുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ തന്നു തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. മറ്റൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ടാറ്റാ.